നമസ്കാരം. ജവനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡാണ് കേട്ടോ. നമ്മുടെ സച്ചിയും രേവതിയും അതേപോലെ ചന്ദ്രമതിയായിട്ട് റൂമിൻ്റെ പേരിൽ നല്ല വിഷയം നടക്കുന്നുണ്ട്. ചന്ദ്രമതിയുടെ അച്ഛൻ കൊടുത്ത വീടിന്മേലെ ഇനി കടങ്ങളൊന്നും മേടിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സച്ചി ഇതിൽ വഴക്കടിച്ച് അവർ പോകുന്നുണ്ട്. അപ്പോഴേക്കും നമ്മളുടെ രവിയേട്ടനാണെന്നുണ്ടെങ്കിൽ അത് കേൾക്കുമ്പോഴത്തേക്ക് ഒരുപാട് സങ്കടമാവുന്നുണ്ട്. ചന്ദ്രയുടെ വീടാണ്, അതുകൊണ്ട് ചന്ദ്രയുടെ അനുവാദമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അപ്പോൾ ചന്ദ്രമതി വന്ന് രവിയേട്ടൻ്റെ അടുത്ത് പറയുന്നുണ്ട്, രവിയേട്ടാ അത് ഞാനാണെന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ ഇനിയും കടം മേടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞതാണ്. വേണ്ട ചന്ദ്രേ, മതി, നീ ഇനി കൂടുതലൊന്നും സംസാരിക്കണ്ട. ഇത് നിൻ്റെ പേരിലുള്ള വീടാണ്, അതിന്മേൽ ഞാനൊന്നും പറയാൻ പാടില്ലായിരുന്നു, അതിന്മേൽ ഞാൻ കടം എടുക്കാനും പാടില്ലായിരുന്നു, അതെൻ്റെ കയ്യിലെ തെറ്റാണ്, അതിന് ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു എന്ന് പറയാം. എന്ന് വെച്ച് ഞാൻ എൻ്റെ തീരുമാനങ്ങളൊന്നും മാറ്റാൻ പോകുന്നില്ല. സച്ചിക്കും രേവതിക്കും വേണ്ടിയിട്ടേ ഞാൻ റൂം എന്തായാലും കെട്ടിയിരിക്കും. പിന്നെ ഞാൻ എടുക്കുന്ന തീരുമാനത്തിൽ ഇനി നിൻ്റെ സഹായങ്ങളൊന്നും എനിക്ക് ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചന്ദ്രമതി അങ്ങ് പോകുന്നുണ്ട്. രവിയേട്ടനാണെന്നുണ്ടെങ്കിൽ നല്ല സങ്കടമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ രവിയേട്ടൻ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് ചന്ദ്രമതി ഇങ്ങനെ പറഞ്ഞതില്ല. അതിന് ശേഷം കാണിക്കുന്നത് നമ്മളുടെ മഹിമയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മധുസൂദന വന്ന് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? അത് മധുസൂദനായിട്ടാ, എനിക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 7 ലക്ഷം രൂപയുടെ ഒരു ചെക്ക് തരണം. 7 ലക്ഷം രൂപയുടെ ചെക്കോ? അതെന്തിനാ നിനക്ക്? അത് നമ്മളുടെ വർഷയുടെ വീട്ടിലുണ്ടല്ലോ ഒരു റൂം കെട്ടാനുള്ള പ്ലാനുണ്ട്. അപ്പം നമുക്ക് ആ റൂം കെട്ടാൻ വേണ്ടിയിട്ടൊന്ന് സഹായിക്കാം. 7 ലക്ഷം രൂപയുടെ ചെക്ക് താ, ഞാൻ അതും കൊണ്ട് അങ്ങോട്ടേക്ക് പോവാം. അവിടെ അതും കൊണ്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും സച്ചിയും രവിയേട്ടനും കൂടെ ഒരു പ്രശ്നം ഉണ്ടാക്കും. എനിക്കത് മതി. പിന്നെ ആ ഒരു പ്രശ്നം അത് വലുതാക്കി കഴിഞ്ഞാലേ പിന്നെ നമ്മളുടെ വർഷയും ശ്രീകാന്തും ഒക്കെ ഇങ്ങോട്ടേക്ക് വന്നോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മഹിമ നേരെ എന്ത് ചെയ്യുന്നുണ്ട്, ചന്ദ്രോദയത്തിലേക്ക് വരുന്നുണ്ട്. നമ്മളുടെ ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ മഹിമേനെ സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും വരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് രവിയേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മൗമേ, ഒരു സർപ്രൈസ് വിസിറ്റ് ആണല്ലോ? ഓ അതൊന്നുമില്ല രവിയേട്ടൻ, ഞാൻ വെറുതെ മോളെയും നിങ്ങളെയൊക്കെ കാണാമെന്ന് വിചാരിച്ച് വന്നതാണ്. പിന്നെ വർഷ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇവിടെ ഒരു റൂം അധികം എടുക്കാനായിട്ട് നോക്കുന്നുണ്ടെന്ന്. എന്തായാലും നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള പണമൊന്നും ഉണ്ടാവില്ലല്ലോ, കടമൊക്കെ മേടിക്കേണ്ടി വരത്തില്ലേ? ഇനിയിപ്പോൾ അതിനൊന്നും പോവണ്ട. വർഷയുടെ അച്ഛനാണെന്നുണ്ടെങ്കിലേ ഒരു 7 ലക്ഷം രൂപയുടെ ചെക്ക് തന്ന് വിട്ടിട്ടുണ്ട്, അത് നിങ്ങൾക്കൊരു സഹായമാവും, നിങ്ങളിത് വാങ്ങിച്ചോളാൻ പറയാം കേട്ടോ. അപ്പോൾ ചന്ദ്രമതി പെട്ടെന്ന് തന്നെ അത് വാങ്ങിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും രവിയേട്ടനെ നോക്കുമ്പോഴത്തേക്ക് രവിയേട്ടനെ ഇങ്ങനെ തറപ്പിച്ച് നോക്കുകയാണ് കേട്ടോ ചന്ദ്രമതിനെ. അപ്പോഴേക്കും ചന്ദ്രമതി അങ്ങ് ഇരുന്നിട്ട് പറയുന്നുണ്ട്, അല്ല മഹിമേ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, റൂം ഞങ്ങൾ കെട്ടിക്കോളാം. നിങ്ങൾ മേടിക്കാൻ മടിക്കുകയൊന്നും വേണ്ട, ഇനിയിപ്പോൾ കടമൊന്നും മേടിക്കാനായിട്ട് പോകണ്ട. രവിയേട്ടനാണെന്നുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യമൊന്നും ഇപ്പോൾ ഇല്ലല്ലോ, അതുകൊണ്ട് ഇത് മേടിച്ചു ഞങ്ങളൊരു ഹെൽപ്പായിട്ട് തരുന്നതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മളുടെ സച്ചി വരുന്നുണ്ട്. സച്ചി ഇത് കാണുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, VIP ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടല്ലോ, ഇനി പുതിയ ബില്ലും കൊണ്ടൊക്കെ വന്നതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് ചന്ദ്രമതി, അത് മഹിമ സഹായിക്കാൻ വന്നതാണ്, 7 ലക്ഷം രൂപയുടെ ചെക്കാണ് റൂം കെട്ടാനെന്നൊക്കെ. അപ്പോൾ സച്ചിക്ക് ഇത് കേൾക്കുമ്പോഴത്തേക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, റൂം കെട്ടാൻ കാശോ? അതിന് ഇവരോട് ആരെങ്കിലും കാശ് ചോദിച്ചായിരുന്നോ? ഇവിടെ എന്തിനാ റൂം കെട്ടുന്നതിന് അവർ കാശ് തരുന്നത്? എന്താ നമ്മളെ ചെറുതാക്കാൻ വേണ്ടിയിട്ടല്ല അവർ ഈ ചെയ്തത്? ഇവിടെ ഉള്ള ആൾക്കാർക്കൊക്കെ കയ്യും കാലും ഒക്കെ ഉണ്ട്, നമ്മൾ അധ്വാനിച്ച് ഉള്ള പൈസയിൽ നിന്ന് റൂം കെട്ടിക്കോളാം. തെരുവിൽ എത്രയോ ആൾക്കാർ റൂമില്ലാതെയും വീടില്ലാതെയൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ സഹായിക്കാനാണെന്നുണ്ടെങ്കിൽ അവർ അങ്ങോട്ട് പോയി സഹായിക്കട്ടെ, അല്ലാതെ അവരുടെ സഹായം ഇവിടെ ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ അച്ഛൻ ആരുടെയും മുമ്പിൽ താഴെ ഞാൻ അനുവദിക്കത്തില്ല, അച്ഛനെ തരം താഴ്ത്താൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി വഴക്കുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ മഹിമ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല ചെയ്യുന്നതെന്നൊക്കെ പറയുന്നു. അപ്പോൾ വർഷയും പറയുന്നുണ്ട്, അമ്മ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് ചെയ്തതല്ല, ഒരു സഹായം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം സച്ചിയാണെന്നുണ്ടെങ്കിൽ ശ്രീകാന്തിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ ചോദിച്ചിട്ടുണ്ടായിരുന്നോടാ ഇവരുടെ അടുത്ത് കാശ്? ഇല്ല ഏട്ടാ, ഞാൻ ചോദിച്ചിട്ടില്ല എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ അവിടെ ഒരു വലിയ വഴക്ക് കിടക്കുന്നുണ്ട്. അപ്പോൾ സുധി ഇടപെടുന്നുണ്ട്. അപ്പം സുധി പറയുന്നുണ്ട്, നീ എന്തിനാണ് ഇതിനകത്തൊക്കെ കയറി ഇടപെടാൻ നിൽക്കുന്നത്? അവർ ഒരു സഹായം ചെയ്തതല്ലേ, അതിന് നിനക്കെന്താ പ്രശ്നമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, അവനല്ലെങ്കിലും അങ്ങനെ പറയത്തുള്ളൂ, ഈ വർഷയും ശ്രീകാന്തും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ടാണ് അവൻ ഇതെല്ലാം ചെയ്യുന്നത്. വർഷയും ശ്രീകാന്തും മാത്രമല്ല, ശ്രുതിയും ശ്രുതിയും എല്ലാം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണം, എന്നിട്ട് അവനും അവൻ്റെ ഭാര്യയും കൂടെ സ്വസ്ഥമായിട്ടും സമാധാനമായിട്ടും ഈ വീട്ടിലങ്ങ് താമസിക്കണം. ഈ വീട് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, അവർക്ക് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് വർഷയ്ക്ക് കൊടുക്കണം, അല്ലെങ്കിൽ വർഷയ്ക്ക് വീട് വെച്ച് കൊടുക്കണമെന്നേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ, അല്ലാതെ ആരും ഇവിടുന്ന് ഇറങ്ങിപ്പോകണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ രേവതിയും പറയുന്നുണ്ട്, സച്ചിയേട്ടൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്, അച്ഛനെ ഇങ്ങനെ തരം താഴ്ത്തുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് സച്ചിയേട്ടൻ സംസാരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയും പറയുന്നുണ്ട്. പക്ഷേ ചന്ദ്രമതി അത് ഭയങ്കര വിഷയമാക്കുന്നുണ്ട്. അവസാനം ശ്രുതിയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ചൂടാവുന്നുണ്ട്. അപ്പോൾ രവിയേട്ടൻ എന്ത് പറയുന്നുണ്ടെന്ന് അറിയാമോ? ഈ ചെക്ക് എന്തായാലും ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങൾ എന്തായാലും ഇത് സ്വീകരിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട്
രവിയേട്ടൻ പോകുന്നുണ്ട്. എന്നിട്ട് നമ്മളുടെ സുധിയാണെന്നുണ്ടെങ്കിൽ സച്ചിയെടുത്ത് പറയുന്നുണ്ട്, നീ എന്ത് മനുഷ്യനാടാ, നീ എന്ത് സ്വാർത്ഥനാണ്, എല്ലാം നിനക്ക് മാത്രം മതിയോ, ഞങ്ങളെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാൻ വേണ്ടിയിട്ടാണോ നീ ഇങ്ങനെയൊക്കെ പറയുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നത്? ഞങ്ങളെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി ഞങ്ങൾ വേറെ പോയി താമസിച്ച് കഴിഞ്ഞാൽ നിനക്ക് ഈ വീടൊക്കെ അങ്ങ് സ്വന്തമാക്കാമല്ലോ, നിനക്ക് പിന്നെ ഇവിടെ സന്തോഷമായിട്ട് അങ്ങ് ജീവിക്കാമല്ലോ, അതാ നിൻ്റെ ഉദ്ദേശം. നിനക്ക് മാത്രമല്ല ഈ വീട്ടിൽ തീരുമാനം എടുക്കാനായിട്ട് പറ്റുന്നത്, ഞാനാ ഈ വീട്ടിലെ മൂത്ത മകൻ, എനിക്കും ഇവിടെ തീരുമാനം എടുക്കാനുള്ള അവകാശമുണ്ട്, അങ്ങനെ നീ എല്ലാം തീരുമാനിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സച്ചിക്കത് ഭയങ്കര ദേഷ്യവും സങ്കടമൊക്കെ വരുന്നുണ്ട്. ആരാടാ സ്വാർത്ഥൻ, ആരാടാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ, ഞാനാണോ അവിടെ ഒറ്റയ്ക്ക് തീരുമാനിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിയും സുധിയും കൂടെ ഭയങ്കരമായിട്ട് വഴക്കിടുന്നുണ്ട്. സച്ചി സുധിയെ അടിക്കാനായിട്ടൊക്കെ പിടിക്കുന്നുണ്ട്, സച്ചി സുധിയെ അടിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മഹിമയ്ക്ക് ഒത്തിരി സന്തോഷമാവുന്നുണ്ട് കേട്ടോ. ഇത് പ്രതീക്ഷ തന്നെയാണ് അവരിങ്ങോട്ടേക്ക് വന്നത്, ഈ ഒരു വഴക്ക് നടത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് വന്നത്. അങ്ങനെ രവിയേട്ടൻ വരുന്നുണ്ട്, രവിയേട്ടൻ വന്ന് അവരെ പിടിച്ചു മാറ്റുന്നുണ്ട്. പിടിച്ചു മാറ്റിയിട്ട് പറയുന്നുണ്ട്, എൻ്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ വേണോ നിനക്കൊക്കെ ഈ അടി കൂടാനായിട്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ സച്ചി വന്നിട്ട് പറയുന്നുണ്ട്, ഇതിന് വേണ്ടിയിട്ടാണ് അച്ഛാ അവർ ആ 7 ലക്ഷം രൂപയും കൊണ്ട് പൊക്കി പിടിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത്, ഇവിടെ ഇങ്ങനെ ഒരു വഴക്കുണ്ടാക്കണം, അത് തന്നെയായിരുന്നു അവരുടെ ഉദ്ദേശം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മഹിമ വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല വന്നത്, ഒരു സഹായം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്, ഇപ്പം ഞാൻ വന്നത് തന്നെയാണ് തെറ്റ്, ഇനിയിപ്പോൾ സാരമില്ല, ഞാൻ ഇനി ഇങ്ങോട്ടേക്ക് വരുന്നില്ല, ഒരു സഹായമായിട്ട് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മഹിമ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് കാണിക്കുന്നത്.